ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് സന്തോഷ വാർത്ത. റിപ്പോർട്ടിൽ നിന്ന് നമ്മൾ ആദ്യം തുടങ്ങുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിന് തകർപ്പൻ ജയം. 2-നെതിരെ 3 ഗോളിന് ഒഡീഷ FC തോൽപ്പിച്ചു. ബ്ലാസ്റ്റേഴ്സിന്റെ ജയം ആദ്യ പകുതിയിൽ പിന്നിട്ട് നിന്ന ശേഷമാണ്. കലൂർ സ്റ്റേഡിയത്തിൽ നിന്ന് അനിൽ വാസുദേവ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനിൽ, വലിയ ആഘോഷത്തിലേക്ക് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കടന്നു കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങൾ, പ്രതികരണങ്ങൾ അനിൽ വാസുദേവ്. തീർച്ചയായും റിജിത്ത്, കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു അത്യുജ്വല ജയം, ഒരു ത്രില്ലർ ജയം തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഒരുപക്ഷെ ഭാഗ്യനിർഭാഗ്യങ്ങൾ മാറി മറിഞ്ഞ ഒടുവിൽ 95-ാം മിനിറ്റിലാണ് 3-2 എന്ന സ്കോറിന് ബ്ലാസ്റ്റേഴ്സ് ഒഡീഷയെ തോൽപ്പിച്ചത്. 4-ാം മിനിറ്റിൽ തന്നെ ജെറി മാൽവിത്താങ്കയിലൂടെ ഒഡീഷയാണ് മുന്നിലെത്തിയത്. ആദ്യ പകുതിയിൽ പിന്നിലായിരുന്നു. അവിടെ നിന്ന് 2ാം പകുതിയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ തകർപ്പൻ തിരിച്ചുവരവ് കണ്ടത്. 3 ഗോളുകൾ നേടി. ഇതിനിടെ 2-2 എന്ന തരത്തിൽ ഒഡീഷ സമനില പിടിച്ചതാണ്. ആ ഘട്ടത്തിൽ അവിടെ നിന്ന് വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു 3 പോയിന്റ് നഷ്ടമാകുമോ എന്ന ആശങ്കയായിരുന്നു. എന്നാൽ 95-ാം മിനിറ്റിൽ നോവ സദൂയിയാണ് വിജയ ഗോളിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സിന് 3 പോയിന്റ് സമ്മാനിച്ചത്. ആരാധകരുടെ പ്രതികരണം എന്തായാലും ഒരു തകർപ്പൻ ജയം, നല്ലൊരു വിജയം കളിയായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ 3 ഫോർവേഡ്സും ഗോൾ അടിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. കാരണം ഇത് തന്നെയാണ് നമുക്ക് കണ്ടിന്യൂ ആയിട്ട് പോകേണ്ടത്. ഈ ഒരു ഒത്തൊരുമ ഇന്നത്തെ കളികളെല്ലാം നമ്മൾ ജയിക്കാൻ സാധ്യതയുണ്ട്. പ്ലേ ഓഫ് പ്രതീക്ഷ എന്തായാലും സപ്പോർട്ടാണ്. പ്ലേയേഴ്സ് ഒന്നുമില്ല. പ്ലേയേഴ്സ് ശരിക്കും പറഞ്ഞാൽ വിഷമത്തിലിരിക്കണേ. നമ്മളിങ്ങനെ നിൽക്കണോണ്ടായിരിക്കും. അത് കോച്ചിലേലും കാണികളാണ് സപ്പോർട്ട്. ആണെങ്കില മാനേജ്മെന്റ് ഷോക്കാണ്. പക്ഷെ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന് വളരെ സന്തോഷം നൽകുന്ന ഒരു വിജയം. പിന്നിൽ നിന്ന് പൊരുതിക്കളിച്ച് തിരിച്ചടിച്ചുള്ള ആ വിജയം കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ചെറുതല്ല. പ്ലേ ഓഫ് പ്രതീക്ഷകൾ നിലനിർത്തിയിരിക്കുകയാണ്. 6ാം ജയത്തോടെ ഇപ്പോൾ 20 പോയിന്റായി കേരള ബ്ലാസ്റ്റേഴ്സിന്. 9ാം സ്ഥാനത്ത് നിന്ന് 8ാം സ്ഥാനത്തേക്കും കേരള ബ്ലാസ്റ്റേഴ്സ് മുന്നേറിയിരിക്കുകയാണ്. ഒഡീഷയ്ക്കാവട്ടെ അവർക്ക് തുടർച്ചയായ 4ാം മത്സരത്തിലാണ് ഇപ്പോൾ ജയമില്ലാതെ വരുന്നത്. ആദ്യഘട്ടത്തിൽ വലിയ രീതിയിൽ മുന്നേറ്റം നടത്തിയ ഒരു ടീം വീണ്ടും വലിയ തിരിച്ചടി നേരിടുന്ന കാഴ്ച കണ്ടു. സർജിയോ ലബേറയുടെ ഒക്കെ തന്ത്രങ്ങൾ പിഴയ്ക്കുന്ന കാഴ്ചയാണ് കണ്ട. ഒരു പ്രോപ്പർ കോച്ചില്ലാഞ്ഞിട്ട് താൽക്കാലിക പരിശീലകനായ മലയാളി പരിശീലകനായ TG പുരുഷോത്തമന്റെ മാജിക് വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സിന് കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും സന്തോഷം. പലകുറി ഈ സീസണിൽ ഇതുവരെ 15ഓളം പോയിന്റ്, അതായത് വിന്നിംഗ് പൊസിഷനിൽ നിന്ന് 15ഓളം പോയിന്റ് നഷ്ടപ്പെടുത്തിയ ഒരു ചരിത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്. പക്ഷെ അത് ഇന്ന് ഉണ്ടായില്ല. കേരള ബ്ലാസ്റ്റേഴ്സ് ഏറ്റവും മികച്ച കളി. ആദ്യം ഒരു 4ാം മിനിറ്റിൽ തന്നെ ഗോൾ കിട്ടിയപ്പോ ഈ കളിയും കൊളായി. ആദ്യത്തെ ഗോൾ പേടിച്ച് ചെറുതായിട്ട്, പിന്നെ അങ്ങനെ സെക്കൻഡ് ഹാഫ് എല്ലാം കൂടെ തകർത്ത്. പിന്നെ പെബ്രക്ക പോയി പക്ഷെ പെബ്രക്ക ഓണായിരുന്നപ്പോ എല്ലാം സെറ്റായി. തന്നെ വന്നവരും പോയവരൊക്കെ ഗോളടിക്കുന്ന കണ്ടു. പ്രത്യേകിച്ച് ഹെസൂസ് ഒക്കെ തിരിച്ചുവരവ് വീണ്ടും ആഘോഷമാക്കുകയാണ്. ബ്ലാസ്റ്റേഴ്സ് ആരാധകർ വലിയ ആവേശത്തിലാണ്. തകർപ്പൻ ജയമാണ്, ഒരു ത്രില്ലർ ജയമാണ് ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. 2-നെതിരെ 3 ഗോളുകൾക്കാണ് ഒഡീഷ FC തോൽപ്പിച്ചത്.